ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ചെയ്യാണ്. ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. യൂഷ്വലി നിങ്ങൾ കാണുന്ന റിയാക്ഷൻ ചാനലുകളൊക്കെ പോലെ, അതായത് എല്ലാ ആക്ടേഴ്സിനെയും കുറിച്ച് മലയാളത്തിൽ ഇറങ്ങുന്ന എല്ലാ സിനിമകളെയും കുറിച്ചിട്ട് റിയാക്ട് ചെയ്യുക. അതായത് നമ്മൾ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് നമ്മളൊരു കാരണം നമുക്ക് എല്ലാ വ്യൂവേഴ്സും വരണം, എല്ലാ ആക്ടേഴ്സിന്റെ ഫാൻസും വരണം, ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഒരുപാട് വേണം. അങ്ങനെയാണല്ലോ യൂഷ്വലി നമ്മൾ കാണുന്ന എല്ലാ റിയാക്ഷൻ ചാനൽസ് അങ്ങനെയാണ്. പക്ഷെ ഞാൻ ഒരിക്കലും തുടക്കം മുതൽ തന്നെ ഇത് ലാലേട്ടന് വേണ്ടിയുള്ള ലാലേട്ടൻ ഡെഡിക്കേറ്റ് ചെയ്തുള്ള ചാനലാന്ന് പറഞ്ഞുകൊണ്ടാണ് എന്റെ എല്ലാ വീഡിയോസും എല്ലാം ചെയ്യാറ്. എന്റെ വീഡിയോസ് ഒക്കെ അങ്ങനത്തെ വീഡിയോസ് ആണ്, നിങ്ങൾ കണ്ടു മനസ്സിലാവും. അപ്പം ബാക്കിയുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് എന്താ പറയാ, ഞാനിതൊരു കുറച്ച് പേഴ്സണൽ, കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട ആക്ടറെ പറ്റി സംസാരിക്കുന്നു, അത് ഇഷ്ടമുള്ള, അത് കേൾക്കാൻ കാണാനും ആഗ്രഹിക്കുന്ന ആൾക്കാർ വന്ന് എന്റെ ചാനൽ കാണുന്നു. എനിക്ക് എത്ര മതി. എനിക്ക് വേറെ കൊണ്ട് ഈ ചാനൽ കൊണ്ട് എനിക്ക് വേറെ ഒരു എന്താ പറയാ, വേറെ ഒരു പ്ലാനോ വേറെ ഒരു പരിപാടിയോ ഇല്ല. അതുകൊണ്ടൊക്കെ തന്നെ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ പ്രീവിയസ് വീഡിയോസ് ഒക്കെ കണ്ടാൽ മനസ്സിലാവും. ഒരുപാട് നൂറുകണക്കിന് വീഡിയോസ് എമ്പുരാൻ ഇറങ്ങുന്നവരെ ഞാൻ ചെയ്തിട്ടുണ്ട് എമ്പുരാനെ കുറിച്ചിട്ട്. സോ അതൊക്കെ നമ്മുടെ പ്രതീക്ഷകള്, നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഒക്കെ ആയിരുന്നു ആ സിനിമയെ കുറിച്ചുള്ള, പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഡയറക്ടറെ കുറിച്ചുള്ള. സോ അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് തോന്നിയ ഓരോ ദിവസം തോന്നിയ കുറെ കാര്യങ്ങളും അപ്ഡേറ്റുകളും ആശകളും ചിന്തകളും എല്ലാം പ്രതീക്ഷകളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ, ഞാൻ സിനിമ ഇറങ്ങി അന്ന് തന്നെ എന്റെ റിവ്യൂ പറഞ്ഞതാണ്, ഞാൻ എക്സ്പെക്ട് ചെയ്ത രീതിയിലേക്ക് സിനിമ വന്നില്ല. ബ്രില്യന്റ് ആയിട്ട് മേക്ക് ചെയ്ത ഒരു ഇന്റർനാഷണൽ ലെവൽ ക്വാളിറ്റി ഉള്ള മൂവി, പക്ഷേ എന്റെ എക്സ്പെക്ടേഷൻ പക്ഷെ അത് മീറ്റ് ചെയ്തില്ല എന്ന് ഞാൻ എന്റെ റിവ്യൂല് കറക്റ്റ് ആയിട്ട് പറഞ്ഞതാണ്. അത് കാരണം കുറച്ച് പേരൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയി, ചീത്തൊളിച്ചു പോയി. ഞാനത് പറഞ്ഞപ്പം നമ്മൾ ഭയങ്കര ഹോണസ്റ്റ് ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ലാലേട്ടൻ അദ്ദേഹത്തിന്റെ സിനിമകളാണ്. പക്ഷെ അപ്പൊ നമുക്ക് തോന്നിയ ഒരു നിരാശ ഉണ്ടെങ്കിൽ, നമുക്ക് തോന്നിയ ഒരു മോശം റിവ്യൂ ആണെങ്കിലും അത് പറയണം. ഭയങ്കര ഓണസ്റ്റ് ആയിട്ട് ഞാൻ അപ്രോച്ച് ചെയ്യുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പറയണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞ പിന്നെ അതാണ്, ഞാൻ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ക്രിറ്റിക്സ് എന്ന് ഞാൻ കരുതുന്ന അനുപമ ചോപ്രനും ഭരദ്വാജ് ലങ്കിനെ പോലെയുള്ള ആൾക്കാർ, ഈവൻ നമ്മൾ അശ്വന്ത് കുക്ക് പോലും, ഒട്ടുമിക്ക എല്ലാവരും പറഞ്ഞത് സെയിം റിവ്യൂ ആണ്. സോ അതിൽ എനിക്കൊരു റിഗ്രറ്റ് ഇല്ല. കാരണം നമ്മൾ ഭയങ്കര ഓണസ്റ്റ് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യാന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. സോ അപ്പം എന്താണ് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് തന്ന നിരാശ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ആക്ടർ, ഇപ്പം ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും ഒരു ആക്ടർ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇൻ ദ സെൻസ് അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് സിനിമ നന്നാവുന്നത് നമുക്കൊരു ആക്ടർ വെച്ച് നമുക്ക് ഒരിക്കലും ബിലീവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു ആക്ടർ ഇതുവരെ ജനിച്ചിട്ടില്ല. ഒരു സിനിമ നന്നാവുന്നത് ഡയറക്ടറും അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ കഴിവാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്, അതാണ് സത്യം. ഒരു സിനിമ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റും ഡയറക്ഷനും, അങ്ങനെ ഞാൻ വിശ്വസിച്ചൊരു ഡയറക്ടറാണ് പൃഥ്വിരാജ്. പൃഥ്വിരാജ് പറഞ്ഞ വെറും ഒരു ഡയറക്ടർ ആക്ടർ അല്ലായിരുന്നു. ആസ് എ പേഴ്സണും നമ്മൾ ഏറ്റവും ബ്രില്യന്റ് ആയ ആള്, ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്ത ഒരാള്. സോ അങ്ങനെയുള്ള ഒരാള്. അത് മാത്രമാണോ? അല്ല. ലൂസിഫർ എന്ന് പറഞ്ഞ ഒരു വേൾഡ് ക്ലാസ് സിനിമ. ഞാൻ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ മലയാള സിനിമയുടെ എക്കാലത്തെയും ഒരു ബെസ്റ്റ് പീസ് ആണ്. കാരണം ആ സിനിമയുടെ ഒരു ഫ്ലോ, അത് ക്രാഫ്റ്റ് ചെയ്യുന്ന രീതി, അതൊക്കെ ഒരു ഭയങ്കര ബ്രില്യന്റ്. പറഞ്ഞാൽ ഒരു ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ ഒരു ബ്രില്യന്റ് ക്രാഫ്റ്റ്മാൻ, ഒരു ബ്രില്യന്റ് ഡയറക്ടർക്ക് മാത്രം പറ്റുന്ന കാര്യമാണ്. സോ പൃഥ്വിരാജ് ആ സിനിമ എടുത്തു വെച്ചതുകൊണ്ടാണ് നമുക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ കൂടിയത് എമ്പുരാൻ. എന്നാൽ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ആ ഒരു ഫ്ലോയോ ആ ഒരു കാര്യങ്ങളോ അതൊന്നും എനിക്ക് തന്നില്ല. അത് മേ ബി എന്താണ് അതിന് സംഭവിച്ചത് നമുക്കറിയില്ല. സോ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ മുമ്പ് ഒരു കാര്യം പറയാം. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ പലരും ചിന്തിക്കും, എന്താണ് കുറെ മുമ്പ് കഴിഞ്ഞ കാര്യം ഇപ്പൊ വന്ന് പറയുന്നത് ചിന്തിക്കരുത്. കാരണം എന്താ വെച്ചാല് നമ്മളെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ തന്നെയാണ്. കാരണം നമ്മൾ എന്ത് ഇഷ്യൂ ആവട്ടെ, എന്ത് ലോകം മറിഞ്ഞു നിൽക്കുന്ന ഒരു സംഭവം നടന്നാൽ പോലും 2 3 ദിവസം, ഒരാഴ്ച മാക്സിമം, അത് കഴിഞ്ഞ് മീഡിയ എല്ലാം നെക്സ്റ്റ് ഇഷ്യൂലേക്ക് പോവാണ്. അതിന്റെ കൂടെ നമ്മളെല്ലാവരും അങ്ങനെയാണ്. നമ്മൾ ഈ റീൽസും ഷോർട്സും ഒക്കെ കണ്ടിട്ട് കുറച്ച് ടൈം ഒരു സാഹചര്യത്തിൽ സ്പെൻഡ് ചെയ്ത് നമ്മൾ ആ ലോകം പോകുന്നത് അങ്ങോട്ടാണ്. സോ നമുക്ക് ഒന്നിനും ഒരു കൺസിസ്റ്റൻസി ഇല്ല. അപ്പം അടുത്ത മാറ്റർ വരുമ്പോൾ അതിലേക്ക് പോകും. അപ്പം മീഡിയനെ പറ്റി ഞാൻ മീഡിയനെ പരാമർശിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത, ജെന്യൂനിറ്റി ഒരു ശതമാനം പോലും ജെന്യൂനിറ്റി ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു സംഭവമാണ് ഈ മീഡിയ പ്രസ്ഥാനം, നമ്മുടെ നാട്ടിൽ എസ്പെഷ്യലി. നിങ്ങൾക്ക് ആലോചിച്ച് മനസ്സിലാവും, നമ്മുടെ നാട്ടില് ഒരു പാർട്ടിയുടെയോ ഒരു മതത്തിന്റെയോ ഭാഗമല്ലാത്ത ഒരു മീഡിയ പോലും, ഒരു ചാനൽ പോലും, എല്ലാ ചാനലും ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഒരു മതത്തിനോ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത് തന്നെ. സോ അങ്ങനെയുള്ള ചാനലുകളിൽ എങ്ങനെയാണ് ഒരു നിഷ്പക്ഷമായ ഒരു ചർച്ചയോ ഒരു ന്യൂസോ നമുക്ക് കേൾക്കാൻ പറ്റുക? എന്ത് ഈസി ആയിട്ട് നമുക്ക് എന്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ചുമ്മാ ജസ്റ്റ് ഒന്ന് ലോജിക്ക് വെച്ച് ചിന്തിച്ച്, നമുക്കുള്ള ലോജിക്ക് പോലും നമ്മൾ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല. നമുക്ക് ഈ ചാനലിൽ നടക്കുന്ന പ്രഹസനം, കോമഡികളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇപ്പൊ നോക്കും, എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി, അതിനുശേഷം ഉണ്ടായ ഒരു പ്രശ്നം, നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതിൽ ശരിയോ തെറ്റൊന്നും ഇപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആസ് എ കോമൺ മാൻ, ഞാൻ സിനിമ കണ്ട ആളാണ്. ആദ്യത്തെ വ്യൂവിംഗിൽ ഞാൻ ഒരു രാഷ്ട്രീയമോ അതിന്റെ ഒന്നും ചിന്തിച്ചില്ല. ടെക്നിക്കലി സിനിമയ്ക്ക് തോന്നിയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്നാൽ ഇങ്ങനെ ഇഷ്യൂ ഉണ്ടായതിനു ശേഷം നമ്മൾ ആരാ സിനിമ പോയി കണ്ടാലും ആ ആസ്പെക്ടിൽ ചിന്തിച്ചാൽ നമുക്ക് പല പ്രശ്നങ്ങളും ആ സിനിമയ്ക്ക് തോന്നാം. അങ്ങനെ ഒരാൾക്കോ കുറച്ച് പേർക്കോ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അഡ്രസ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം അതിന്റെ ഡയറക്ടർക്കും അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർക്കുമാണ്. എല്ലാ കാര്യങ്ങളും ഈ ഒരു ഒറ്റ വീഡിയോയിൽ
പറഞ്ഞു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ കാര്യത്തിലേക്ക് ഞാൻ അങ്ങനെ സ്വിച്ച് ആയി പോകുന്നത്. സോ അത്രയും വലിയൊരു പ്രശ്നം ഇന്ത്യ ഒട്ടാകെ ഉണ്ടായി. അത് ആർക്കും ആവട്ടെ, ഏതൊരു മതവിഭാഗത്തിന്, ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ആവട്ടെ, പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാലേ അത് മെൻഷൻ ചെയ്യേണ്ട, അഡ്രസ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഡയറക്ടർക്കാണ്. പൃഥ്വിരാജിനാണ് അല്ലെങ്കിൽ മുരളി ഗോപിക്കാണ്. അപ്പം നിങ്ങൾ കണ്ടാണ് ചാനലുകളൊക്കെ വന്ന് ചർച്ച ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞ ചാനലുകളുടെ ഫണ്ട് ഞാനതാ പറഞ്ഞത്. കാരണം ഈ എമ്പുരാന്റെ വിഷയത്തിൽ ചാനലുകൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ കണ്ടാണ്. ഈ എമ്പുരാൻ ഇഷ്യൂ ഏറ്റവും കൂടുതൽ കേട്ടൊരു ആവിഷ്കാര സ്വാതന്ത്ര്യം. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ നമ്മുടെ സ്വന്തം പാർട്ടിക്കോ സ്വന്തം മതത്തിനോ നേരെ പറയുന്നത് വരെ ഉള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മളെ സ്വന്തം മതത്തിനോ സ്വന്തം പാർട്ടിക്കോ ഒരാള് എതിർത്ത് പറയുന്നത് വരെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉള്ളൂ. എമ്പുരാനിൽ ഇപ്പൊ ഒരു പാർട്ടിക്കോ ഒരു മതവിഭാഗത്തിന് വേദനിച്ചെങ്കിൽ അതിന് ഓപ്പോസ് ചെയ്യുന്ന ആൾക്കാർ അതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് വെക്കും. അത് നമ്മൾ കണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് കേരള ഫയൽസ് പോലത്തെ 51 വെട്ടുകൾ പോലത്തെ സിനിമകൾ ഇറങ്ങിയപ്പോൾ ആ പാർട്ടി കൊണ്ടപ്പോൾ എതിർ പാർട്ടികൾ അവരെ കൊത്തിത്താൻ നോക്കും, അവരതിനെ അനുകൂലിച്ച് വരും. എന്ത് നമുക്ക് എന്ത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന, ചെറിയൊരു സെൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന നാടകമാണ് നമ്മളെ ചാനലുകൾ നടക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു, അതിലൊന്നും ഒരു സത്യസന്ധത ഒന്നുമില്ല. ഈ ഒരു സിനിമ ഇറങ്ങി കുറച്ച് ആൾക്കാർക്ക് അത് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യേണ്ട പൃഥ്വിരാജ് ഇതുവരെയായിട്ട് ഒരു അക്ഷരം പോലും അതിനെക്കുറിച്ച് ഒരു പോസ്റ്റ്, ഒരു വേർഡ് പോലും എഴുതിയില്ല എന്നത് എനിക്ക് തീരെ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കിയ, നമ്മൾ അഡ്മയർ ചെയ്ത പൃഥ്വിരാജ് ഇങ്ങനെയല്ല. അദ്ദേഹം തന്നെ പറയാറുണ്ട്, താൻ തോന്നിയ തന്റേടിയായ എന്നോട് ചോദിച്ച ഏത് ചോദ്യത്തിനും ഉത്തരം പറയുന്ന ഇന്റർവ്യൂലൊക്കെ ഇന്റർവ്യൂ ഒക്കെ നമ്മൾ ആസ്വദിച്ച് കാണുന്ന പൃഥ്വിരാജ് ഏത് ചോദ്യത്തിനും കറക്റ്റ് ആൻസറുള്ള പൃഥ്വിരാജ് ഇത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ട് ഒരു വാക്ക് പോലും അതിനെ കുറിച്ച് പറഞ്ഞില്ല പറഞ്ഞാല് ഭയങ്കര നിരാശയും ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ തരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനൊരു മോഹൻലാൽ ഫാനാണ്. ഞാൻ എന്റെ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, മോഹൻലാൽ കഴിഞ്ഞാൽ ആരുടെ ഫാനാണെന്നുള്ള ഒരു ആൻസർ ആണ് പൃഥ്വിരാജ്. സോ അത്തരത്തിൽ നമ്മൾ അഡ്മയർ ചെയ്ത ഒരാള് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ട് ഒരു വാക്ക് പോലും അതിനെ കുറിച്ച് ഇതുവരെ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. പലരും പറഞ്ഞു പൃഥ്വിരാജിനെ എല്ലാവരും ഒറ്റപ്പെടുത്തി. അതെങ്ങനെ പൃഥ്വിരാജിനെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നത്? സിനിമ സംവിധായകന്റെ കലയാണെന്ന് അല്ലെങ്കിൽ എല്ലാവരും പറയുന്നതാണ്. സത്യമാണ്, സിനിമ സംവിധായകന്റെ കലയാണ്, സിനിമ സംവിധായകന്റെയും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിന്റെയും കലയാണ്, അതിലൊരു സംശയമില്ല. സോ എപ്പോഴും അതിനു വേണ്ടി വാദിക്കുന്ന, അത് പറയുന്ന ആൾക്കാർ, എസ്പെഷ്യലി പൃഥ്വിരാജ്, ഒരു അണുവിട ആരെ കൊണ്ടും എക്സ്ട്രാ ചെയ്യാൻ സമ്മതിക്കാതെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഡയറക്ടർ. സോ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അത്. അതിനെതിരെ ഒരാൾക്ക് പോലും ഒരു വിഷമം എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അഡ്രസ് ചെയ്യാന്നുള്ളത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അദ്ദേഹം ഒരു വാക്ക് പോലും മിണ്ടാത്തത് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ തരുന്ന ഒരു കാര്യമാണ്. ഇതുവരെ ഒന്നും പറഞ്ഞിട്ട് അത് കഴിഞ്ഞു പോയി. രാജ്യം മുരളി ഗോപിക്ക് അറിയായിരിക്കും, ഇതൊരു ഒരാഴ്ച മാക്സിമം എല്ലാവരും ചർച്ച ചെയ്യായിരിക്കും. അത് കഴിഞ്ഞ് എന്തൊക്കെ കാര്യം നടന്നു, അവരിതുവരെ ഒരു മറുപടി പറഞ്ഞില്ല. സോ ആ മേറ്ററൊക്കെ നമ്മളെ മനസ്സിൽ നിന്ന് പോയി, നമ്മളെ മുമ്പിൽ നിന്ന് അത് പോയി. സോ അത്രേ ഉള്ളൂ എന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാം. എന്ത് വലിയൊരു പ്രശ്നം വന്നാലും അത് കുറച്ച് കാലമേ ഉള്ളൂ, നമ്മൾ മീഡിയ എല്ലാവരും അതിർത്തി ആഘോഷിക്കുക എന്നുള്ള ആ ഒരു വിശ്വാസവും ആ ധൈര്യമാണോ ആർക്കറിയാം. അല്ലെങ്കിൽ ഞാൻ ചെയ്തത് ശരിയാണ് എന്നുള്ള ഒരു ധാർഷ്ട്യമാണോ എന്താണെന്നറിയില്ല. പക്ഷെ എന്തായാലും എമ്പുരാൻ ഇറങ്ങിയതിനു ശേഷം ഇതൊക്കെയാണ് എനിക്ക് തന്ന പല നിരാശകളും കാര്യങ്ങളും. ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം, സന്തോഷം തരുന്ന കാര്യം എന്താ വെച്ചാൽ അതിന്റെ കളക്ഷനാണ്. സിനിമ ഇറങ്ങുന്നതിന് മുമ്പുള്ള എല്ലാ വീഡിയോയിലും പറഞ്ഞത് ഒരു 500 കോടിയെങ്കിലും ഈ സിനിമ കളക്ട് ചെയ്യണമെന്നാണ്. ഓൾറെഡി 250 crore ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര സന്തോഷം. കാരണം നമുക്ക് വേണ്ടത് സിനിമ ബിസിനസ്, അത് ഭയങ്കരമായിട്ട് വേണം. എന്നാലേ ഒരു L3 പോലത്തെ ഒരു സിനിമ ഇറങ്ങുള്ളൂ, അല്ലെങ്കിൽ ഇതിനെക്കാട്ടി വലിയ സിനിമ മലയാളത്തിൽ ഇറങ്ങുള്ളൂ. സോ ഈ സിനിമ ഭയങ്കര വിജയമാവേണ്ടത് നമ്മളെല്ലാവരുടെയും ഒരു ആവശ്യമാണ്. കാരണം അതിനുള്ള ആ ഒരു സംഭവം അതിലുണ്ട്. അത്ര ബെസ്റ്റ് ക്വാളിറ്റിയിൽ അദ്ദേഹം ഉണ്ടാക്കിയ സംഭവമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ ഈ അപ്പുറ സൈഡിൽ നിൽക്കുന്നുണ്ടെങ്കിലും ആ സിനിമ ആ ഒരു ക്വാളിറ്റി മേക്കിങ്ങിന് ഇതാക്കിക്കൊണ്ട് അത് വിജയിക്കന്നെ വേണം. ഏറ്റവും കൂടുതൽ പൈസ നിർമ്മാതാവിന് ലാഭം കിട്ടണം ഒക്കെ വേണം. എന്നാലും നമുക്കൊരു L3 പോകാം. L3 എനിക്കൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു സിനിമ കഴിഞ്ഞപ്പോൾ. പക്ഷെ ഇപ്പം L3 എനിക്കൊരു പ്രതീക്ഷ വരുന്നു, അല്ലെങ്കിൽ L3 എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴും വീണ്ടും നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങാം പൃഥ്വിരാജിനെ. കാരണം ഒരു ചെറിയ തെറ്റൊക്കെ പറ്റിയെന്ന് വിചാരിച്ചിട്ട് നെക്സ്റ്റിൽ അത് ശരിയായിക്കൂടാ എന്നൊരു ഇതുമില്ല, ആരും പറഞ്ഞില്ലേ വിടും. സോ ഇപ്പൊ അദ്ദേഹം എന്തായാലും എല്ലാ റിവ്യൂസും പലതും നമ്മൾ അദ്ദേഹത്തിന് കാതിലെത്തിയിട്ടുണ്ടാവും. സോ L3 വരുമ്പം അതൊക്കെ മാറ്റിയിട്ട് അദ്ദേഹം അതൊരു ഗംഭീര സംഭവമാക്കി മാറ്റുന്നുള്ള ഒരു ചെറിയ പ്രതീക്ഷ എന്നൊന്നും പറയുന്നില്ല, അങ്ങനെ ചെയ്യുന്ന നമുക്ക് വിചാരിക്കാം. സോ അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. L3 വരട്ടെ, ഈ സിനിമ വളരെ ഗംഭീരമാവട്ടെ. പക്ഷെ പൃഥ്വിരാജ് ഈ ഒരു മാറ്റർ ഉണ്ടായ ഇഷ്യൂവിനെ അഡ്രസ് ചെയ്യാത്തത് ഭയങ്കര നിരാശയായിട്ട് എപ്പോഴും ഉള്ളിലുള്ള കാര്യമാണ്. അദ്ദേഹത്തിനെ പോലത്തെ ഒരാളെന്ന് അത് പ്രതീക്ഷിച്ചിരുന്നില്ല. സോ എന്തായാലും അടുത്തൊരു വീണ്ടും കാണാം. ബൈ.